മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വചനത്തിലൂടെ അഭിഷേകം ചെയ്തും അനുഗ്രഹിച്ചും അനുനിമിഷം വഴി നടത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ വിശുദ്ധ യൗസേപ്പിതാവിന് പ്രത്യേകമായി സമർപ്പിച്ചിട്ടുള്ള വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയാണ് യൗസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. 1870 9-ാം പിയൂസ് മാർപ്പാപ്പ യൗസേപ്പിതാവിനെ സാർവത്രിക സഭയുടെ പരിപാലകൻ ആയി വാഴ്ത്തിയിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു തൻ്റെ ഡിക്രിയിലൂടെ. അതിൻ്റെ 150-ാം വർഷമാണ് ഈ 2020 മുതൽ 2021 ഡിസംബർ 8 വരെ ആചരിക്കുന്നതും ഓർമ്മിക്കുന്നതും. അതുകൊണ്ടുകൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ വിശുദ്ധ യൗസേപ്പിതാവിന് പ്രത്യേകം സമർപ്പിച്ച് യൗസേപ്പിതാവിൻ്റെ വർഷമായി ആചരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സവിശേഷമായ വിധത്തിൽ ധ്യാനിക്കുന്നത്, മനസ്സിലാക്കുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് തന്നെയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഒത്തിരിയേറെ ഗുണങ്ങൾ, അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുവാൻ നമുക്കുണ്ട്. എന്നാൽ അതിൽ ഒരു കാര്യം മാത്രമാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് തോന്നുന്ന, നമുക്കറിയാവുന്ന ഒരു ഗുണമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കി തീർക്കുന്നത്. അതിതാണ്, വിശുദ്ധ യൗസേപ്പിതാവ് നീതിമാനായിരുന്നു. നീതിമാനായ വിശുദ്ധ യൗസേപ്പിതാവ്. ആരാണ് നീതിമാൻ? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് വിളിക്കാവുന്നത്? സങ്കീർത്തനത്തിൽ 15-ാം സങ്കീർത്തനത്തിൽ നീതിമാനെ കുറിച്ചുള്ള ഗുണഗണങ്ങൾ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. 15-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനത്തിൽ നീതിമാൻ്റെ 12 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും. ഈ ഗുണങ്ങൾ മുഴുവനും വിശുദ്ധ യൗസേപ്പിതാവിൽ നിറഞ്ഞു നിന്നിരുന്നു. നമ്മൾ ഈ സങ്കീർത്തനം ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം, പൂർവ്വ യൗസേപ്പും നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് നീതിമാനെന്ന് അതിലൂടെ വ്യക്തമാകുന്നു. നീതിമാൻ്റെ ഒന്നാമത്തെ ഗുണം 15-ാം സങ്കീർത്തനം പറയുന്നതും ഈ പൂർവ്വ യൗസേപ്പിൽ കാണുന്നതും, കറ കൂടാതെ ജീവിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ. ഇതാണ് നീതിമാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന്. കറ കൂടാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പൂർവ്വ യൗസേപ്പ് ഇതുപോലെ കറ കൂടാതെ ജീവിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, പൂർവ്വ യൗസേപ്പിന് ഒരു സ്വപ്നം ഉണ്ടാകുന്നു. 11 കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, താഴ്ന്നു വണങ്ങുന്നു. ഒരു കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. അത് യൗസേപ്പിൻ്റെ സഹോദരങ്ങളാണെന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നു. ആ സഹോദരങ്ങൾക്ക് തോന്നുന്നു. അവർ അതിൻ്റെ പേരിൽ യൗസേപ്പിനോട് വലിയ ദേഷ്യവും വിദ്വേഷവും തോന്നി. തരം കിട്ടിയപ്പോൾ ആടിനെ മേയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ യൗസേപ്പിനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് കിണറ്റിലെറിയുന്നു. അതിനുശേഷം അവിടെ നിന്നെടുത്ത് ഈജിപ്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ആ ചരിത്രം നമുക്കറിയാം. അവിടെ എത്തിക്കഴിയുമ്പോൾ ഫറവോയുടെ അവിടെ അടിമവേല ചെയ്യാനായിട്ട് നടക്കുന്നു. അങ്ങനെ അടിമവേല ചെയ്യുന്ന സമയത്ത് പൊത്തിഫാറിൻ്റെ ഭാര്യ യൗസേപ്പിനെ കണ്ടിട്ട് അങ്ങേയറ്റം അനുരാഗം തോന്നുന്നു. അങ്ങേയറ്റം യൗസേപ്പിനോട് ആസക്തി വരുന്നു. കാരണം യൗസേപ്പ് അരോഗദൃഢഗാത്രനും സുന്ദരനും സുമുഖനും ആയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇത് കണ്ടിട്ട് പൊത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് എന്തെന്നില്ലാത്ത അഭിനിവേശം തോന്നി. യൗസേപ്പുമായിട്ട് പ്രണയിക്കുവാനും രമിക്കുവാനും ഒത്തിരിയേറെ യൗസേപ്പിനെ പ്രലോഭിപ്പിച്ചു. ഇത് കണ്ട് മടുത്തിട്ട് യൗസേപ്പ് പറയുന്നു, അത് നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 9-ാം വചനത്തിലാണ്. ഇപ്രകാരം യൗസേപ്പ് ഈ പൊത്തിഫാറിൻ്റെ ഭാര്യയോട് പറഞ്ഞു,
എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അവൻ എന്ന് പറഞ്ഞാൽ പൊത്തിഫാർ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? കാരണം യൗസേപ്പിൻ്റെ വിശ്വസ്തതയും യൗസേപ്പിൻ്റെ ആത്മാർത്ഥതയൊക്കെ കണ്ട് പൊത്തിഫാർ യൗസേപ്പിന് ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകി കൊട്ടാരത്തിലെ സകല ആളുകളുടെ മേലും സകല വസ്തുക്കളുടെ മേലും അധികാരവും കൊടുത്തു. ആകെ പൊത്തിഫാർ അങ്ങനെ ഒരു അധികാരം കൊടുക്കാത്ത വ്യക്തി പൊത്തിഫാറിൻ്റെ ഭാര്യയായിരുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇതാണ് കറ കൂടാതെ ജീവിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ. എങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചിട്ടും ഏതൊക്കെ തരത്തിൽ ജോസഫിനെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടും ജോസഫ് അതിൽ വീണില്ല. അതുകൊണ്ടാണ് എങ്ങനെയാണ് എന്നെ ഇത്രയോടെ വിശ്വസ്തയോടെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചിട്ട് ആ വ്യക്തി അറിയാതെ ഞാൻ എങ്ങനെ പാപം ചെയ്യും? എനിക്കതിന് സാധിക്കില്ല. ആ മനുഷ്യനെ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കില്ല. അതാണ് ഉൽപ്പത്തി 39:9 നമ്മൾ കാണുന്നത്. കറ കൂടാതെ ജീവിക്കുന്ന ജോസഫ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. എത്ര ഭർത്താക്കന്മാർക്ക്, എത്ര യുവാക്കൾക്ക്, എത്ര യുവതികൾക്ക്, എത്ര ഭാര്യമാർക്ക് ഇതുപോലെ ജോസഫിനെ പോലെ പറയാൻ സാധിക്കും? ഞാൻ കറ കൂടാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളോട് പോലും ഒരു തരത്തിലും അവിശ്വസ്തത കാണിച്ചിട്ടില്ല എന്ന് ഈ ജോസഫിനെ പോലെ ആത്മാർത്ഥതയോടെ ചങ്കിൽ കൈവച്ച് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അതാണ് പൂർവ്വ യോസഫ് കറ കൂടാതെ ജീവിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ യജമാനെതിരെ ഞാൻ ഇങ്ങനെയൊരു പാപം ഒരു കാരണവശാലും ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ തിക്തഫലം നമുക്കറിയാം. ആ സ്ത്രീ ജോസഫിൽ കുറ്റം ആരോപിക്കുകയും എന്നെ ബലമായി പിടിച്ച് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊത്തിഫാറിനോട് പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിലടച്ചു. ആ ചരിത്രം അങ്ങനെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കറ കൂടാതെ ജീവിച്ച വ്യക്തിയായിരുന്നു ജോസഫ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു സൂസന്ന. സൂസന്നയുടെ വീട്ടിലേക്ക് 3 പേര് വന്നു. അവരിൽ ഒരാൾ സൂസന്നയെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. 100 വഴികൾ പറഞ്ഞു പ്രേരിപ്പിച്ചു. പക്ഷേ സൂസന്ന പാപത്തിൽ വീണില്ല, പാപം ചെയ്തില്ല. എന്നാൽ അവർ പരദൂഷണം പറഞ്ഞു വരുത്തി, എല്ലാ തരത്തിലുള്ള തിന്മയും സൂസന്നയ്ക്കെതിരെ പറഞ്ഞു വരുത്തി. അവസാനം കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വിധിക്കുകയും ചെയ്തു. ഇങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്തും സൂസന്ന പറഞ്ഞു, ഞാൻ പതിവ്രതയായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നെ രക്ഷിക്കാൻ എൻ്റെ കർത്താവ് വരും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ ശക്തിയോടെ പറയണമെങ്കിൽ കറ കൂടാതെ ശരീരത്തിലോ മനസ്സിലോ ഹൃദയത്തിലോ ചിന്തയിലോ കറയുടെ ലേശം പോലും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം ഓർക്കണം, വീട്ടിൽ വരുന്ന എല്ലാവരും നല്ലവരല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പലപ്പോഴും കണ്ണെത്തേണ്ടിടത്ത് അവരുടെ കാമം എത്തിച്ചേരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വരുന്ന എല്ലാവരും ശുദ്ധരാണോ നല്ലവരാണ് എന്ന വിധത്തിൽ 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ട കാര്യം ആർക്കുമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് നമുക്കറിയാം. അങ്ങനെയാണ് പല വീടുകളിലും തിന്മകളും പാപങ്ങളും അരങ്ങേറുന്നത്. സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ വരുന്നവരിലൂടെയാണ്. കറ കൂടാതെ ജീവിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ യോസേപ്പ്, പൂർവ്വ യോസേപ്പ്, സൂസന്ന. ഹെൻറി 8 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി 8 ചരിത്രം നമുക്കറിയാം. അദ്ദേഹം 20 വർഷത്തോളം തൻ്റെ ഭാര്യ കാതറിൻ്റെ കൂടെ ജീവിച്ചു. അത്രയും വർഷം കഴിഞ്ഞപ്പോഴാണ് ഹെൻറി 8 രാജാവിന് തോന്നിയത്, ഇനി ഇവളെ ഭാര്യയായിട്ട് വേണ്ട, വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കും. വേലക്കാരിയായിരുന്ന ഹാനിബാൾ അതീവ സുന്ദരിയായിരുന്നു. ആ സൗന്ദര്യത്തിൽ മയങ്ങി വീണ് അദ്ദേഹം ഹെൻറി 8
ഈ ഹാനിബാളിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു നടപടി നിയമം ഇല്ല. അത് തെറ്റാണെന്ന് തോമസ് മൂർ എന്ന അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ വ്യക്തി പറഞ്ഞു കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഹെൻറി എട്ടാമന് ഹാനിബാളിന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തോമസ് മൂറിനെ പിടിച്ച് കയ്യാമം വെച്ച് ജയിലിലടച്ചു. അവിടെ കിടന്നും തോമസ് മൂർ പറഞ്ഞു, രാജാവേ, അങ്ങ് ചെയ്യുന്നത് തെറ്റാണ്, ഇതിനെ ഞാൻ ഒരു കാരണവശാലും അനുകൂലിക്കുകയില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കഴുത്ത് കെട്ടി കൊല്ലാനായിട്ട് രാജാവ് വിധിച്ചു. ഉടനെ ഇതറിഞ്ഞ മകൾ തോമസ് മൂറിൻ്റെ മകൾ ജയിലിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പൻ ഞാൻ തരുന്ന കടലാസിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി, ഒരു മാപ്പപേക്ഷ എഴുതി ഞാൻ കൊടുത്തുകൊള്ളാം. അപ്പോൾ ഈ മഹാ അപകടത്തിൽ നിന്ന് അപ്പൻ രക്ഷപ്പെടണം. തോമസ് മൂർ ഉടനെ മകളോട് പറഞ്ഞ ഹൃദയസ്പർശിയായ വാക്ക് ഇങ്ങനെയാണ്. തോമസ് മൂർ പറഞ്ഞു, എൻ്റെ തല പോയാലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ കറ കൂടാതെ ജീവിച്ച വ്യക്തിയാണ് എന്ന് ഈ ലോകം അറിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് തോമസ് മൂർ ആരാ? കത്തോലിക്ക സഭയിലെ ഒരു വലിയ വിശുദ്ധനാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ നമുക്കറിയാം. രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും ഉയർന്ന പട്ടാളക്കാരുടെ ഒക്കെ തലവനുമായ വ്യക്തിയായിരുന്നില്ലേ സെയിൻറ്റ് സെബാസ്റ്റ്യൻ? അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ആ വിശ്വാസത്തിൽ നിന്നും പിന്തിരിയാനായിട്ട് രാജാവ് അങ്ങേയറ്റം ഈ മനുഷ്യനെ, സെബാസ്റ്റ്യനെ നിർബന്ധിച്ചു. വലിയ സ്ഥാനമാനങ്ങൾ തരാം, സമ്മാനങ്ങൾ തരാം, എന്തും തരാം എന്നും പറഞ്ഞ് നിർബന്ധിച്ചു. ഒരു ദിവസം സെബാസ്റ്റ്യൻ എന്ന വൽഹാ പട്ടാളക്കാരൻ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, പ്രഭോ, ഇന്നലെ വരെയും ഞാൻ അങ്ങയെയും ദൈവത്തെയും ആദരിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അനുസരിക്കുകയുള്ളൂ, ആദരിക്കുകയുള്ളൂ. നമുക്ക് ചരിത്രം അറിയാം. സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊന്ന് രക്തസാക്ഷിയായി തീർന്നു. ഇന്ന് സെബാസ്റ്റ്യൻ വിശുദ്ധ സെബാസ്റ്റ്യനായിട്ട് ലോകം മുഴുവനുമുള്ള സകലമാന കത്തോലിക്കരുടെയും ഹൃദയത്തിലല്ലേ പ്രിയപ്പെട്ടവരെ ഈ സെബാസ്റ്റ്യൻ ജീവിക്കുന്നത്? അല്ലെങ്കിലോ ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവിൻ്റെ ഒരു പട്ടാളക്കാരനായി ജീവിച്ച് മരണമടഞ്ഞ് അവസാനിക്കാൻ. പക്ഷേ കേവലം ചെറിയ പ്രായത്തിൽ തന്നെ, യുവാവായിരിക്കുമ്പോൾ തന്നെ രക്തസാക്ഷിയായി തീർന്ന് ഇന്നിതാ ലോകം മുഴുവനും വളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു, മഹാവിശുദ്ധനായി തീർന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. എങ്ങനെയാണ്? കറ കൂടാതെ ജീവിച്ച വ്യക്തി. വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ കറ കൂടാതെ ജീവിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു കുടിലിൽ നിന്ന്, അല്ലെങ്കിൽ ചെറിയൊരു വീട്ടിൽ നിന്ന്, ജെറുസലേമിലെ ചെറിയൊരു വീട്ടിൽ ജീവിച്ച് അവസാനിച്ച് ആരാലും ഓർക്കപ്പെടാതെ മുങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു ജീവിതവും യൗസേപ്പ് എന്ന വ്യക്തിയുടെ ജീവിതം ഇന്നിതേ ലോകമുള്ളിടത്തോളം കാലം ഒരിക്കലും ഒളിമങ്ങാതെ ജീവിക്കുന്ന വ്യക്തിയല്ലേ? അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലോ ഏത് രാജ്യത്തായാലും മുടിച്ചൂടാ മന്നനെ പോലെ എല്ലാവരുടെയും മഹാവിശുദ്ധനായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയല്ലേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ യൗസേപ്പ്? എന്തുകൊണ്ടാണ്? അദ്ദേഹം നീതിമാനായിരുന്നു. ആ നീതിമാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗുണമാണ് നമ്മൾ കണ്ടത്, കറ കൂടാതെ ജീവിച്ച വ്യക്തിയായിരുന്നു. 2 സങ്കീർത്തനം 15 നമ്മൾ വരികയാണ്. നീതിമാന്റെ രണ്ടാമത്തെ ഗുണം, നീതിമാൻ എപ്പോഴും നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, അനീതി പ്രവർത്തിക്കാത്ത വ്യക്തിയാണ്. ലൂക്കായുടെ സുവിശേഷം 6:31 എന്താണ് നീതി എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത്
ഈശോ പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് നീതി. ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരെ നിങ്ങൾ ശ്രേഷ്ഠരായി കരുതുക. നമുക്കറിയാം വിവാഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശേഷാൽ വഹിക്കുന്നതാണ് വിവാഹം, വിശേഷാൽ സ്വീകരിക്കുന്നതാണ് വിവാഹം. പൗരോഹിത്യം, സന്യാസ ജീവിതം എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക കാര്യത്തിനായി ഒരു ദൈവത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നതാണ് പൗരോഹിത്യം, സന്യാസം ഇതൊക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ തരത്തിൽ സാർവത്രിക സഭയുടെ പരിപാലകനായി പ്രഖ്യാപിക്കപ്പെട്ട് നീതിമാനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനു വേണ്ടി തന്നെ 100% വിട്ടുകൊടുത്തു. അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. ദൈവം പറഞ്ഞതുപോലെ അതേ വഴിയിലൂടെ ജീവിച്ചു. യൗസേപ്പ് പിതാവ് നീതിമാനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രത്യേകത, യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ നീതിമാൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ. അവനാണ് നീതിമാൻ. ഈ ബൈബിളിൽ 850 പ്രാവശ്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ 850 പ്രാവശ്യം ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഹൃദയം നമുക്കറിയാം. കായേൻ്റെ ഹൃദയം എങ്ങനെയുള്ളതായിരുന്നു? ദുഷ്ടതയും അസൂയയും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കായേൻ്റെ ഹൃദയം. ഫറവോയുടെ ഹൃദയമോ, വചനം പറയുന്നത് എങ്ങനെയല്ലേ, ഫറവോയുടെ ഹൃദയം കൂടുതൽ കഠിനമായി. അതാണ് കാഠിന്യവും ക്രൂരതയുള്ളതായിരുന്നു ഫറവോയുടെ ഹൃദയം. അതേപോലത്തെ ഹൃദയമായിരുന്നു ഹെറോദേസിൻ്റെ ഹൃദയം. നമുക്കറിയാം പളുങ്ക് പോലെയുള്ള ഹൃദയം, ശുദ്ധമായ ഹൃദയം. ഇങ്ങനെ പലതരത്തിലുള്ള ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 ഹൃദയങ്ങൾ നമുക്കറിയാം. മാതാവിൻ്റെ ഹൃദയത്തെ വിളിക്കുന്നത് വിമല ഹൃദയം. പിന്നത്തെ നമുക്കെല്ലാവർക്കും അറിയാം ഈശോയുടെ ഹൃദയം തിരുഹൃദയം. ഇങ്ങനെ ഹൃദയത്തിൽ സത്യം കാക്കുന്നവനാണ് നീതിമാൻ. വിശുദ്ധ അന്തോണീസ് പറയുന്നത് ഇങ്ങനെയാണ്, ജീവനും മരണവും അടങ്ങിയിരിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. അത് ഏതൊക്കെയാ 3 കാര്യം? ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നും, അധരത്തിൽ നിന്നും, കരങ്ങളിൽ നിന്നും ആണ്. ഹൃദയത്തിൽ നിന്നും, അധരത്തിൽ നിന്നും, കരങ്ങളിൽ നിന്നുമാണ് ജീവനും മരണവും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് മനസ വാച കർമ്മണ എന്ന്. നാടൻ ഭാഷയിൽ അതിനെ, തനി മലയാളത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ പറയും, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിൻ്റെ വായിലിരിപ്പും ഉള്ളിലിരിപ്പുമാണെന്ന് പറയാറില്ലേ? നിനക്കിങ്ങനെ വരാനുള്ള കാരണം, നീ ഇങ്ങനെ ആകാനുള്ള കാരണം നിൻ്റെ വായിലിരിപ്പും നിൻ്റെ ഉള്ളിലിരിപ്പുമാണെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വായിലിരിപ്പ് നന്നായാലേ നമുക്കറിയാം കയ്യിലിരിപ്പ് നന്നാവുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നു, ഹൃദയത്തിൽ മുഴുവൻ സത്യം നിറച്ചു വെച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ്. അതുകൊണ്ട് തന്നെയാണ് യൗസേപ്പിനെ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ധ്യാനിക്കുന്നതും. ഇനി 4ാമത്തെ ഗുണം, നീതിമാൻ്റെ 4ാമത്തെ ഗുണം സങ്കീർത്തനം 15 പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനാണ് നീതിമാൻ. നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനാണ് നീതിമാൻ. എന്തുകൊണ്ടാ? നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുണ്ടല്ലോ തോക്ക് കൊണ്ടും വാളുകൊണ്ടും ചത്തതിനേക്കാൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ നാവുകൊണ്ട് വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. ഞാനൊന്നും കൂടെ പറയാം. ഈ ലോകത്തിൽ തോക്കുകൊണ്ടും വാളുകൊണ്ടും കൊല്ലപ്പെട്ടതിനേക്കാൾ 100 കണക്കിന് ആളുകൾ വാക്കുകൊണ്ട് ഉള്ള വെട്ടേറ്റും വെടിയേറ്റും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത്രയേറെ ശക്തമാണ് നാവിൽ നിന്നും വരുന്ന കാര്യങ്ങൾ.
നാവ് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. വചനം നാവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? നാവ് തീയാണ്, നാവ് അസ്ത്രമാണ്, നാവ് അണലിപ്പാമ്പിൻ്റെ വിഷം ഉള്ളതാണ് എന്നൊക്കെയാണ്. സങ്കീർത്തനം പറയുന്നത് പലതരം നാവുകളുണ്ട്. എതിർവാക്ക് പറയുന്ന നാവ്, മുഖസ്തുതി പറയുന്ന നാവ്, വമ്പ് പറയുന്ന നാവ്, ആത്മപ്രശംസ പറയുന്ന നാവ്, കള്ളം പറയുന്ന നാവ്, വിനാശകരമായ നാവ്, ദ്രോഹവും അനീതിയും പരത്തുന്ന നാവ്. ഇങ്ങനെ നാവിനെക്കുറിച്ചുള്ള അനേകം പരാമർശങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർക്കണം. അപ്പം നാവ്, നമ്മൾ നീതിമാന്മാരാകുന്നത് നാവ് കൊണ്ട് വഞ്ചിക്കാതിരിക്കുമ്പോഴാണ്. ഇനി അഞ്ചാമത്തെ പ്രത്യേകതയാണ്, സഹോദരനോട് തിന്മ ചെയ്യാത്തവനാണ് നീതിമാൻ. യോസേപ്പ് പിതാവിൽ നിറഞ്ഞു നിന്ന ഗുണമായിരുന്നു ഒരാളോടും ഒരു തിന്മയും ചെയ്യാതെ ജീവിച്ച വ്യക്തിയാണ് യോസേപ്പ് പിതാവ്. 193 സങ്കീർത്തനം ഇങ്ങനെയല്ലേ പറയുന്നത്? സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ മനോഹരമാണ്. പ്രിയപ്പെട്ടവരെ, ആറാമത്തെ ഗുണം, അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞ് പരത്താതിരിക്കുന്നവനാണ് നീതിമാൻ. യോസേപ്പ് പിതാവിന് അയൽക്കാരോട് എന്നും സ്നേഹവും ബഹുമാനവും ആദരവുമായിരുന്നു. ഒരാളെക്കുറിച്ചും ഒരിക്കലും ഒരു അപവാദവും പറഞ്ഞില്ല. ഉത്തമ ഉദാഹരണമല്ലേ, തൻ്റെ ഭാര്യയായ മറിയത്തെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല. 7, നീതിമാൻ്റെ ഏഴാമത്തെ ഗുണം, ദുഷ്ടനോട് കൂട്ടുകൂടാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീട്ടിലുള്ള മക്കൾ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 8, ദൈവഭക്തരെ മാനിക്കുന്നവനാണ് നീതിമാൻ. ദൈവഭക്തരെ മാനിക്കുന്നവനാണ് നീതിമാൻ. ഒരാളെക്കുറിച്ചും അപവാദം പറയാതെയും ഒരാളെക്കുറിച്ചും തരം താഴ്ത്തി കാണാതെയും ജീവിക്കാനായിട്ട് സാധിക്കണം. 9ാമത്തെ ഗുണമാണ്, സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനാണ് നീതിമാൻ. നമുക്കറിയാം, കുടുംബജീവിതം നയിക്കുന്നവർ വിവാഹവേളയിൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് ലംഘിക്കാതെ ജീവിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും നീതിമാനാകുന്നു. പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നവർ, വൈദികരും സന്യസ്തരും വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ, സന്യാസ നിത്യവ്രതം ചെയ്യുമ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് ലംഘിക്കാതെ ജീവിക്കുമ്പോൾ അവർ നീതിമാനായിത്തീരുന്നു. 10ാമത്തെ, അന്യായ പലിശ വാങ്ങാത്തവർ. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. 11, കൈക്കൂലി വാങ്ങിക്കാത്തവർ. 12ാമത്തെ അവസാനത്തെയുമായ നീതിമാൻ്റെ ഗുണമാണ്, ദൈവത്തിനും മനുഷ്യർക്കും അർഹിക്കുന്നത് കൊടുക്കുന്നവനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവിൻ്റെ സമർപ്പണ വർഷത്തിൻ്റെ ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ നമുക്ക് ധ്യാനിക്കണം യോസേപ്പ് പിതാവിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ 12 ഗുണങ്ങൾ. ഈ 12 ഗുണങ്ങൾ യോസേപ്പിൽ നിറഞ്ഞു നിന്നിരുന്നുകൊണ്ടാണ് വിശുദ്ധ യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോപ്പ് ഫ്രാൻസിസ് യോസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈശോ നമ്മളെല്ലാവരെയും വിശുദ്ധ യോസേപ്പ് വഴിയായി അനുഗ്രഹിക്കട്ടെ.